എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശനും ഭാനുമതിയമ്മേ ഒരു നേരം ഒന്ന് അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് ബാലന്റെ മുന്നിൽ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ബാലൻ പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ഇവിടെ നിന്നെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാം. എടാ ബാല, നിന്നെ ഞാൻ ചെറുതിലെ മുതൽ അറിയണ, എനിക്കറിയാം നിന്റെ സ്വഭാവം എന്താന്നുള്ള കാര്യം. നീ നിന്റെ മോളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ബാലന്റെ ഭാര്യ സുധർമ്മ പറഞ്ഞു, അത് മാത്രമാണോ ഏട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കേ. ആ ദീപയ്ക്ക് എന്ത് പാവായിരുന്നു, എന്നിട്ടോ അവരെന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഇയാള്. എന്നിട്ട് ഇപ്പൊ ഇയാൾ അവസാനം ഒരു നേരം ഒന്ന് കയറി കിടക്കാൻ ഒരിടത്തിന് വേണ്ടി വന്നിരിക്കുന്നു. നാണോണ്ട് ഇങ്ങോട്ട് കയറി വരുവതാണെന്ന് ചോദിക്കുകയാണ്. പ്രകാശം പറഞ്ഞു, അങ്ങനെ പറയില്ല പെങ്ങളേന്ന് പറയണം. ഹോ, അത്രയൊക്കെ കരുണയും ബോധമൊന്നും എനിക്ക് പറയാനുണ്ടോ എന്ന് ബാലൻ ചോദിക്കുകയാണ്. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ ദിവസം സംസാരിച്ചേ, എന്തൊരു അഹങ്കാരമായിരുന്നടാ നിനക്ക്. നീ വലിയ ഏതാണ്ട് കൊമ്പത്തെ ആരോ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞോണ്ട് നിലത്തെങ്ങും ആയിരുന്നില്ല നിന്നിരുന്നേ. എല്ലാരും നിന്നെ സാറേന്ന് വിളിക്കണം. ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അത് ബാലണ, അതൊക്കെ അങ്ങനെ ആ സമയത്ത് സംഭവിച്ചു പോയി ഇന്നും പറഞ്ഞോണ്ട് ഇനി അതിന്റെ പേരിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലെന്ന് പറയണം. എടാ, കുറ്റപ്പെടുത്തല്ലടാ, നിന്റെ മോൾ അനുഭവിച്ച വേദനയൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. അവൾക്ക് ഒരു നേരത്തെ നല്ല ആഹാരം പോലും നീ നിന്റെ അമ്മയും കൂടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനെ പട്ടിണി കിട്ട് അതെങ്ങനെ വളർന്നു വന്നേന്ന് അതിന് മാത്രമറിയാം. അതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുവല്ലേ. പെട്ടെന്നൊക്കെ ദൈവത്തിന് അങ്ങനെ നിനക്ക് നല്ല സൗഭാഗ്യങ്ങൾ തരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നീ ചെയ്ത് കൂട്ടിയനൊക്കെ അനുഭവിക്കണ്ടേന്ന് ചോദിക്കാം. അത് മാത്രമല്ല, നിന്നെ ഇവിടെ കയറ്റി ഞാൻ പാർപ്പിച്ചെന്ന് വെച്ചോ, നാളെ നിന്റെ മോൻ ഇങ്ങോട്ട് കയറി വരും. അവൻ ചിലപ്പോൾ കയറി വന്ന് എന്തിനും മടിയില്ലാത്തവനാ. തലയ്ക്കടിയെ അടിച്ച് സ്വർണവും പണവും കവർന്നെടുക്കുന്നവനാ. അതിന്റെ പേരില് അവന്റെ പേരിൽ കേസും കൂട്ടമൊക്കെ ഉള്ളതല്ലേ. അതുപോലെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? ഈ വയസ്സിനാം കാലത്ത് ഞങ്ങൾക്ക് പറ്റില്ലട പ്രകാശ എന്ന് പറയണം. ഭാനുമതിയമ്മ പറഞ്ഞു, അങ്ങനൊന്നും പറയില്ലെന്ന് പറയണം. എന്തേ നിങ്ങളുടെ കൊച്ചുമോൻ എന്തേന്ന് ചോദിക്കാം. നിങ്ങളുടെ കൊച്ചുമോൻ വന്നില്ലേ, അവനെ നിങ്ങളെ നോക്കോളെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കണം. അതേട്ടാ പ്രകാശം പറഞ്ഞു, എടാ അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല, വരത്തില്ലടാ, അവൻ വരത്തില്ല. അവൻ എങ്ങോട്ടേലും മുങ്ങിക്കാണും. ഇനിയിപ്പോ വല്ല ജയിലിലും ആണോ എന്ന് ആര് കണ്ടു. അവന്റെ സ്വഭാവം വെച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് സ്ഥലം കാലിയായിക്കോളാൻ പറയാം. ഒന്നുമില്ലേ, നമ്മള് പണ്ട് മുതൽ അറിയുന്നവരല്ലേ, ഇത്ര പരിചയക്കാരല്ലേടാ. ആ പരിചയമുണ്ട്, അതുകൊണ്ടാ നിന്നോട് ഇവിടെ കയറ്റി കിടത്താത്തെ. വെറുതെക്കാർ വന്നാ ചോദിച്ചപ്പോഴും ചിലപ്പോൾ ഞാനിവിടെ കയറ്റി കിടത്തേനെന്ന് പറയാം. അവസാനം ഭാനുമതിയമ്മയോട് പ്രകാശം പറഞ്ഞു, ബാമേ നമുക്ക് പോവാം, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയണ. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് സുധർമ്മ ബാലനോട് പറഞ്ഞു, നന്നായി ഇവിടെ കയറ്റി താമസിപ്പിക്കാത്തെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കയറ്റി കിടത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയതാ, ഇപ്പോഴെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലെന്ന് ബാലണ്ണം പറയണം. സുധർമ്മ പറഞ്ഞു, അത് ശരിയാ, ഇനിയെങ്കിലും ആ കല്യാണിയുടെ മുന്നിൽ ചെന്ന് കല്യാണിയുടെ കാല് പിടിക്കട്ടെ. ഒരുപക്ഷെ ബാലേട്ടൻ പറഞ്ഞ കണക്ക് ഒരു നേരത്തെ ആഹാരത്തിനെങ്കിലും ആ പെങ്കൊച്ചിനെ മുന്നിൽ പോയി ഇവർ കൈ നീട്ടണം. അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അതിനോട്. പക്ഷെ അവളിപ്പോഴും പാവ. ഇത് കേട്ടതും സുധർമ്മ പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. ആ പെങ്കൊച്ച് പാവായതുണ്ടല്ലേ കഴിഞ്ഞ തവണ ഇയാൾക്ക് അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സഹായിക്കുകയൊക്കെ ചെയ്തേ. എത്ര കിട്ടിയാലും ഇയാൾ പഠിക്കില്ലല്ലോ ബാലണ്ണാന്ന് പറയണം. അത് ശരിയാ, എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇനി ഇയാൾ പഠിക്കണമെങ്കിൽ മരിച്ചു മുകളിലേക്ക് പോകണം എന്നൊക്കെ ബാലണ്ണൻ പറഞ്ഞിട്ട് നീ കയറി വന്ന് പറഞ്ഞിട്ട് കഥ കടച്ച് അവരങ്ങോട്ടേക്ക് പോവാണ്. അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന പ്രകാശന എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭാനുമതിയമ്മ ചോദിച്ചു, എടാ മോനെ നമ്മൾ ഇനി എങ്ങോട്ട് പോകാനെന്ന് ചോദിക്കണം. എങ്ങോട്ട് പോകാനാമേ, നമുക്ക് പോകാനുള്ള ഇടമൊന്നും ഇല്ലല്ലോ. വിക്രത്തിനെ വിളിച്ചിട്ട് അവനോട്ട് കോളും എടുക്കുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അമ്മ വാ, അമ്മേനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടേ ആക്കാം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും കൊണ്ടേ ആക്കിയില്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ പോകാൻ പറ്റില്ല. ഞാനിക്ക് എവിടെ കടത്തിണ്ണയിലാണെങ്കിലും കിടക്കാം, പക്ഷെ അമ്മയുടെ അവസ്ഥ അതല്ലല്ലോ എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം. ഭാനുമതി അമ്മേനെ കൊണ്ട് ഒരു വൃദ്ധസദനത്തിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നുകഴിയുമ്പോൾ കുറെ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭാനുമതി അമ്മ, എടാ മോനെ ഞാനിവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്റെ കാര്യം നീ എന്ത് ചെയ്യുന്നു ചോദിക്കാം. അമ്മേ ഞാനൊരാണല്ലേ, ഞാൻ എവിടെ കിടന്നാലും ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. എന്നാലും അതല്ലല്ലോടാ, നിനക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അതായി പോയില്ലേന്ന് ചോദിക്കാം. പിന്നീട് അവിടുത്തെ മാഡത്തിനെ കാണാനായിട്ട് ഇങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവര് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് മക്കളാരും ഇല്ലേന്ന് ചോദിക്കുകയാണ് പ്രകാശനോട്. മക്കളുണ്ട്, പക്ഷെ മക്കളാരും നോക്കാറില്ല. ഇവിടെ വൃദ്ധസദനത്തിലുള്ളവര് ആൾക്കാർക്ക് എങ്ങനത്തേരാന്നറിയാവോ, ഒന്നെങ്കിൽ മക്കൾ ഉപേക്ഷിച്ചവര്, ആരോരും ഇല്ലാത്തവര്, അങ്ങനെയുള്ളവരാണ് ഇവിടെ കഴിയണേന്ന് പറയണം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ഞങ്ങളും ഇപ്പൊ ഏകദേശം ആ ഒരു അവസ്ഥയിലാണെന്ന് പറയണം. ഭാനുമതിയമ്മ പറഞ്ഞു, മക്കളുണ്ടെങ്കിലും അവരൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാന്ന് പറയാം.
പ്രകാശനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ, നല്ല ആരോഗ്യം ഉണ്ടല്ലോ, കൂലിപ്പണി എടുത്ത് ജീവിച്ചുകൂടെന്ന് ചോദിക്കാം. ഭാനുമതിയും പറഞ്ഞു, അങ്ങനെ കൂലിപ്പണി എടുത്ത് ജീവിക്കായിരുന്നു, ഇപ്പാണ് ഇവന് 2 അറ്റാക്ക് കഴിഞ്ഞു. ദേ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ, അപ്പൊ ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു ഇടവില്ലാത്തോണ്ടാന്ന് പറയണം. പ്രകാശം പറഞ്ഞു, മാഡം ഞാനിനി ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയിക്കോളാം, പക്ഷെ എൻ്റെ അമ്മേനെ മാത്രം ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടത് അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുക, പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മാനേജ്മെന്റ് ആണെങ്കിൽ അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മാഡമാണ്, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറയണം. ആ മാഡം വന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ, കാരണം അവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഇതിന് വേണ്ടി നടത്തിപ്പിന് വേണ്ടി പണം കാര്യങ്ങളും എല്ലാം തരുന്ന അവരാണ്, അപ്പൊ അവരുടെ അനുമതിയും കൂടെ വേണമെന്ന് പറയാണ്. അതോടെ പ്രകാശം പറഞ്ഞു, അത് കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ നമ്പർ തന്നിട്ട് പോകും, അവര് വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് ഈ സ്ത്രീ ഇവിടെ നിൽക്കുന്ന കുഴപ്പമില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, ഇല്ലെങ്കിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോണെന്ന് പറയാം. ശരി മാഡം, ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോകണം. പ്രകാശം പോകുമ്പോൾ ഭാനുമതി അമ്മയുടെ നെഞ്ച് കത്തിപ്പോയി. അങ്ങനെ ഭാനുമതി അമ്മ അവസാനം വൃദ്ധസദനത്തിലായി. കുറെ അന്തിവാസികൾ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി അമ്മയുടെ അടുത്ത് അവർ വന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്, കാര്യങ്ങളൊക്കെ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. പിന്നീട് ഭാനുമതി അമ്മയോട് അവർ പറഞ്ഞു, എനിക്കുണ്ടായിരുന്നു 2 ആമക്കള്, ഒരു പെൺകുട്ടി പോലും ഇല്ലായിരുന്നു, 2 ആമക്കളുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചുപോയി, പിന്നെ അവരെ ഞാൻ പൊന്നുപോലെ നോക്കി വളർത്തിയത്, അത്ര കഷ്ടപ്പെട്ടാ വളർത്തിയത്. അങ്ങനെ ഒരു 10-25 വയസ്സായി കഴിഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്കും ജോലിയും കിട്ടി, എനിക്ക് സമാധാനമായി. പിന്നെ എനിക്കൊരു നെട്ടോട്ടമായിരുന്നു അവരുടെ കല്യാണം കഴിപ്പിക്കാനുള്ളത്. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിപ്പിച്ചപ്പോഴാണ് പിന്നീടുള്ള പ്രശ്നം. എന്ത് ചെയ്യാനാന്ന് പറ. 2 പേരും കല്യാണം കഴിച്ചു വന്നു കഴിഞ്ഞ് 2 പേരുടെ ഭാര്യമാർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വിധം മാറി. എന്നെ നോക്കാനായിട്ട് ആർക്കും പറ്റില്ല. കുറച്ചുനാൾ ഇളയവന്റെ കൂടെ നിൽക്കും, കുറച്ചുനാൾ മൂത്തവന്റെ കൂടെ നിൽക്കും. പിന്നെ 2 പേർക്കും വേണ്ടാതായെന്ന് പറയാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ കുത്തി പറയാൻ തുടങ്ങി. എത്രയെന്ന് വെച്ചാൽ കേട്ടും സഹിച്ചും കണ്ട് നിൽക്കുന്നേ. ഞാൻ മടുത്ത സമയമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കാരണവന്മാരെ ആർക്കും വേണ്ടാന്ന് പറയാ. എന്നിട്ട് അവസാനം ഒരു വലിയ ശിവരാത്രിക്ക് അവരുടെ ആൾക്കൂട്ടത്തിനിടയ്ക്കേക്ക് എന്നെ കൊണ്ടുപോയി. പിന്നീട് അവര് പോയി. എനിക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ കണ്ട് 2 ചെറുപ്പക്കാരെ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ആക്കിയത്. അല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്താനും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു പറയണം. ഇത് കേട്ടൻ ഭാനുമതിയമ്മ ചോദിച്ചു, അല്ല പിന്നീട് മക്കളാരും കാണാൻ വന്നില്ലെന്ന് ചോദിക്കും. ആരും എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും ശല്യം ഒരു ഒഴിയാബാധ ഒന്ന് പോകണമെന്ന് മാത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒഴിയാബാധ മാറിക്കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അവരും. അവർക്ക് വലിയ ജോലിയും കാര്യങ്ങളൊക്കെയാ, എന്നെ നോക്കാൻ പോലുള്ള സമയമില്ല. പക്ഷേങ്കില് അത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എൻ്റെ സ്വന്തം മക്കള് എന്നെ തള്ളി പറഞ്ഞാലേ എനിക്ക് വിഷമമുള്ളെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാനുമതിയമ്മയുടെ കണ്ണ് നിറഞ്ഞു. പിന്നീട് പറഞ്ഞു, അതെ സങ്കടപ്പെടാൻ പറഞ്ഞൊന്നുമല്ല, ഇവിടെ ഉള്ള ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഓരോ കഥകളൊക്കെ ഉണ്ട് പറയാനായിട്ട്. എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനത്തെ ഓരോ കഥകളാ. അതോടൊപ്പം തന്നെ നാളെ ആ മാഡം വരും. ആ മാഡം വരുമ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കി, ഞാനിവിടെ നിന്നോട്ടേന്ന്. അവർ സമ്മതിക്കുവാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം, പാവം ഒരു മാഡമാന്നൊക്കെ പറയണം. ഇത് കേട്ടതും ഭാനുമതിയമ്മ പറഞ്ഞു, ശരിയെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് ഭാനുമതിയമ്മ പഴയ കാര്യങ്ങളൊക്കെയാണ് കല്യാണിന്റെ. കാരണം ഈ സ്ത്രീ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ ഒരു പെൺകുട്ടി എങ്ങനെയും വേണമെന്നത് ശരിയാ. കാരണം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2, 10 എത്ര ആൺമക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പെൺകുഞ്ഞെങ്കിലും നമുക്കുണ്ടായിരിക്കണം. കാരണം നമ്മുടെ വേദനകളും വിഷമങ്ങളും പെട്ടെന്ന് മനസ്സിലാകുന്ന പെൺമക്കൾക്ക് ആൺമക്കളെക്കാളും കൂടുതൽ. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരാൾ വീട്ടിലേക്ക് വരണമെന്ന്, വീട്ടിൽ കാണണമെന്ന് പറയാണ്. ഭാനുമതിയമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ആലോചിക്കുകയാണ്, താൻ ചെറുപ്പത്തിലെ കല്യാണം ചെയ്ത ക്രൂരത. ബാക്കി വിക്രത്തിനൊക്കെ വയറ് നിറച്ച് മടി കയറ്റിയെടുത്ത് ഫുഡ് കൊടുക്കുന്ന സമയത്ത് കല്യാണിക്ക് ഒരു പ്ലേറ്റിനകത്ത് ഇച്ചിരി കഞ്ഞി, ഒരു കുറെ കഞ്ഞിവെള്ളവും കൊടുത്തൊക്കെ ഓർമ്മ വന്നു. പക്ഷെ ഇത് കാദംബരിയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞു, അവൾക്ക് ഇതൊക്കെ മതി, അവൾ ഇതും കൊണ്ട് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയത്. വലിയ കാലത്തിനകത്ത് കഞ്ഞി ഇട്ടിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേനും അവളിങ്ങനെ നോക്കി നിൽക്കുന്നേ. പക്ഷെ താൻ അവൾക്ക് ഒരു വറ്റ് പോലും കൊടുത്തിരുന്നില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതിയമ്മയുടെ കണ്ണങ്ങടെ നിറഞ്ഞൊഴുകുകയാണ്. താൻ എത്ര വലിയ ദുഷ്ടത്തര ചെയ്തേന്ന് ഓർത്തോണ്ട് അവർക്കൊരു പശ്ചാത്താപം, ഒരു കുറ്റബോധം ഒക്കെ തോന്നുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഒക്കെയോ അതിന് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അവിടുന്ന് പ്രകാശൻ ഇറങ്ങി നടന്നു. പ്രകാശന് വിശക്കാൻ തുടങ്ങിയായിരുന്നു. നേരെ തട്ടുകടയിലേക്ക് ചെന്നേ. തട്ടുകടയിൽ ചെന്ന് വയറ് നിറച്ച് കഴിക്കുകയാണ്. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശൻ തന്റെ കഥകൾ കുറച്ചൊക്കെ പറയാണ്. തന്റെ അമ്മേനെ അനാദരത്തിലാക്കിയിട്ടാ വന്നേന്നൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തട്ടുകടക്കാരൻ പറഞ്ഞു, ഓ അതുകൊണ്ടായിരിക്കും ഇല്ലേ ഇത്ര സന്തോഷത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കണേന്ന് ചോദിക്കുകയാണ്. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ എൻ്റെ അമ്മേനെ പൊന്നുപോലെ നോക്കുന്നതാന്ന് പറയണം. പൊന്നുപോലെ നോക്കും, എല്ലാരും പറച്ചില് മാത്രമേ ഉള്ളൂ, പൊന്നിനിക്കിപ്പോ എന്താ വിലയെന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പായി, അമ്മേനെ അനാഥാലയത്തിൽ കൊണ്ടുവച്ചിട്ട് മകൻ നല്ല ഫുഡ് കഴിക്കുന്നു. ഇനിയിപ്പൊ നിനക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കുകയാണ്. പ്രകാശനെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു. കാരണം തന്റെ അമ്മേനെ ഒരു നിവൃത്തിയില്ലാതെ കൊണ്ടേ വിട്ടേന്നുള്ള കാര്യം
ഈ പറയുന്ന ഇവർക്ക് അറിയത്തില്ലോ താൻ തന്നെ അമ്മേനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാന്ന് കൊണ്ട് വിടാനൊരു നിവൃത്തിയില്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ പ്രകാശൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.